ഒളിമ്പിക്സ് ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയ നടപടിക്കെതിരെ വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ഇന്നാണ്. കായിക തർക്ക പരിഹാര കോടതിയാണ് വിധി പറയുക. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9 മണിക്കുള്ളിൽ ഈ വിധി വരും. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങളുമായി ചേരും. അനിൽ, ഗുഡ് മോർണിംഗ്. പറയൂ, കൂടുതൽ വിശദാംശങ്ങൾ. നമുക്ക് പ്രതീക്ഷയുണ്ടോ വെള്ളി മെഡൽ കിട്ടുമെന്നൊക്കെ വാർത്തകൾ പരക്കുന്നുണ്ടല്ലോ? ഗുഡ് മോർണിംഗ് SKN. വിനേഷ് ഫോഗട്ടും ഒപ്പം തന്നെ ഈ രാജ്യം ഒന്നാകെ കാത്തിരിക്കുകയാണ് ആ വെള്ളി മെഡലിനായി. നമുക്ക് കയ്യിൽ കിട്ടിയിരുന്ന ഒരു മെഡലാണ്, പക്ഷേ അയോഗ്യയാക്കപ്പെട്ടു. ഒരു 100 ഗ്രാം ഭാരക്കൂടുതലിൻ്റെ പേരിലാണ് ഫൈനലിന് തൊട്ട് മുമ്പ് വിനേഷ് ഫോഗട്ടിനെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയത്. ആ തീരുമാനത്തിനെതിരെയാണ്, ആ നടപടിക്കെതിരെയാണ് വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത്. നമ്മൾ പറയുന്നത് വിനേഷ് ഫോഗട്ടിൻ്റെ വാദം എന്ന് പറയുന്നത് ഫൈനലിന് തൊട്ട് മുമ്പ് വരെ, അല്ലെങ്കിൽ ആ മത്സരത്തിന് മുമ്പ് വരെ തനിക്ക് നിശ്ചിത ഭാരമാണ് ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ മാനദണ്ഡ പ്രകാരമുള്ള ഭാരമാണ് ഉണ്ടായിരുന്നത്. ഫൈനലിന് മാത്രമാണ് പ്രശ്നം വന്നത്. ഒരുപക്ഷെ ഫൈനൽ വീണ്ടും നടത്താൻ സാധിക്കില്ലെന്ന് IOC അന്ന് തന്നെ അറിയിച്ചു. അതുകൊണ്ട് വെള്ളി മെഡലെങ്കിലും തനിക്ക് തരണം എന്നാണ് വിനേഷ് ഫോഗട്ട് വാദിച്ചത്. വിനേഷ് ഫോഗട്ടിനായി 4 ഫ്രഞ്ച് അഭിഭാഷകരാണ് വാദിച്ചത്. ഒപ്പം തന്നെ IOA നിയോഗിച്ച ഹരീഷ് സാൽവെ അടക്കമുള്ള അഭിഭാഷകരും വാദിച്ചു. നമ്മൾ ഇത് ഒരു നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിനപ്പുറത്ത് ഒരു മാനുഷിക പരിഗണനയോടെ തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ ഊന്നിയാണ് മൊത്തം വാദമുണ്ടായിരുന്നത്. ഒരു മരുന്നടിയുടെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുടെ പേരിലോ അല്ല, ഒരു മോശം കാര്യത്തിൻ്റെ പേരിലല്ല അയോഗ്യയാക്കപ്പെട്ടത്. 100 ഗ്രാം അതൊരു ചെറിയ നമ്പർ മാത്രമാണ്. അതിൻ്റെ പുറത്ത് അയോഗ്യയാക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന തരത്തിലാണ്. ഒപ്പം തന്നെ ഈ കാലാകാലങ്ങളായുള്ള ഈ നിയമത്തിലുള്ള ചെറിയ ലൂപ്പ് ഹോൾസ് അത് പൊളിച്ചെഴുതണം എന്നുള്ള വലിയൊരു കാര്യത്തിലേക്ക് കൂടിയാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ഈ അപ്പീൽ വിരൽ ചൂണ്ടുന്നത്. അതേസമയം UWW, യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ്, അതാണ് അന്താരാഷ്ട്ര ഗുസ്തിക്കാരുടെ സംഘടന. പക്ഷേ അവർ ആ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ IOC അവർ പറയുന്നത് 2 വെള്ളി മെഡൽ കൊടുക്കുക എന്നത് ഒരിക്കലും പോസിബിൾ അല്ല എന്ന കാര്യത്തിൽ നിന്നും. എന്തായാലും ഒരുപക്ഷെ ഈ വിധി വന്നാൽ അതൊരു ചരിത്ര വിധിയാണ്. ഇന്ത്യക്ക് ഒരു ചരിത്ര മെഡൽ കിട്ടും. ഒരു വനിതാ താരം ആദ്യമായിട്ടാണ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടുന്നത്. അതൊരു ചരിത്രമായി മാറും എന്നുള്ളത് ഒരുപക്ഷെ നമുക്കൊരു തിരിച്ചടിയാണെങ്കിൽ അത് ഒരുപക്ഷെ അതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവും. പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ 6 മെഡലുകൾ നേടി, പക്ഷേ അതിനേക്കാൾ ഒരു നീറുന്ന ഓർമ്മയായിട്ടായിരിക്കും ഇതുണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ച SKN ചോദിച്ചതുപോലെ തന്നെ എല്ലാവരും ഒരു മെഡൽ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്. Ashwin അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്നൊക്കെ തന്നെ വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യം ഒന്നാകെ കാത്തിരിക്കുകയാണ്. രാത്രി 9:30-ക്കുള്ളിലാണ് ഈ വിധി വരിക. കാത്തിരിക്കുന്നു നമുക്കൊരു വെള്ളി മെഡലിനായി. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.